ഹലോ, നമ്മുടെ ക്ലിനിക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ക്ലിനിക് മാനേജറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ പുതിയ റോളായ ഡെന്റൽ ഒ.പി. കോർഡിനേറ്ററുടെ ഒരു ദിവസത്തെ ജോലികളെക്കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ വലിയൊരു ടാസ്ക്കായി തോന്നാമെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഈ പുതിയ ഗൈഡിലൂടെ ഒരു ദിവസം എങ്ങനെ അടിപൊളിയായി മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്: മോർണിംഗ് പ്രിപ്പറേഷൻ, പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ്, ഡോക്ടർമാരെ അസിസ്റ്റ് ചെയ്യൽ, പേഷ്യന്റ് എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, പിന്നെ അവസാനത്തെ ഇൻവെന്ററിയും റിപ്പോർട്ടിംഗും. ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം മോർണിംഗ് ക്ലിനിക് പ്രിപ്പറേഷൻ അഥവാ സെറ്റിംഗ് ദ സ്റ്റേജ്. നമ്മുടെ ദിവസം മുഴുവൻ സ്മൂത്ത് ആകണമെങ്കിൽ ഈ രാവിലത്തെ തയ്യാറെടുപ്പ് പക്കായായിരിക്കണം. ഒരു മികച്ച കോർഡിനേറ്ററുടെ വിജയരഹസ്യം എന്താണെന്നോ? ഈ നമ്പർ നോക്കൂ, 30. അതായത് ഒ.പി. തുടങ്ങുന്നതിന് കൃത്യം 30 മിനിറ്റ് മുമ്പ് നമ്മൾ ക്ലിനിക്കിലെത്തിയിരിക്കണം. ഈ ഒരു സമയം മതി ആ ദിവസത്തെ മുഴുവൻ ടെൻഷനും ഒഴിവാക്കാൻ. ഈ അരമണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പ്രധാനമായും 4 കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഇന്നത്തെ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റും ഡോക്ടർമാരുടെ ഷെഡ്യൂളും ഒന്ന് ഓടിച്ചു നോക്കുക. രണ്ടാമതായി, ഡെന്റൽ ചെയറുകളും മറ്റു ഉപകരണങ്ങളും സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് നമ്മുടെ പേഷ്യൻസിന്റെ സുരക്ഷയ്ക്കും ഡോക്ടർമാർക്ക് സമാധാനത്തോടെ ജോലി ചെയ്യാനും വളരെ അത്യാവശ്യമാണ്. മൂന്നാമത്, ഗ്ലൗസ്, മാസ്ക്, സക്ഷൻ ടിപ്സ്, ഗൗസ്, സിറിഞ്ചുകൾ എന്നിവയൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും അവസാനമായി, ടോക്കണും ക്യൂ സിസ്റ്റമും ശരിയാക്കാൻ റിസപ്ഷനുമായി ഒന്ന് സംസാരിക്കുക. സിമ്പിളല്ലേ? ഇനി രണ്ടാമത് സെക്ഷനിലേക്ക് വരാം. പേഷ്യന്റ് ഫ്ലോ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദി ആർട്ട് ഓഫ് ദി വെയിറ്റിംഗ് റൂം. നമ്മൾ എത്രത്തോളം കൂളാണോ അത്രത്തോളം റിലാക്സ്ഡ് ആയിരിക്കും വെയിറ്റിംഗ് റൂമിലെ നമ്മുടെ രോഗികളും. ഈ ഭാഗം വളരെ കൃത്യമായി ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. സാധാരണ അപ്പോയിന്റ്മെന്റ് എടുത്തു വരുന്നവരോടും അടിയന്തരമായി വരുന്നവരോടും നമ്മൾ എങ്ങനെ വ്യത്യാസപ്പെട്ട് ഇടപെടണം എന്നുള്ളത്. ബുക്ക് ചെയ്തു വരുന്നവരോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുക, അവരുടെ ഊഴം എപ്പോഴാണെന്നും ഏകദേശം എത്ര സമയം കാത്തിരിക്കേണ്ടി വരുമെന്നും കൃത്യമായി പറയുക. എന്നാൽ കഠിനമായ വേദന, ബ്ലീഡിംഗ് അല്ലെങ്കിൽ മുഖത്ത് നീരൊക്കെയായി വരുന്ന എമർജൻസി പേഷ്യൻസിനെ കണ്ടാൽ അവർക്കെപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് വേഗത്തിൽ ഡോക്ടറെ കാണാൻ നമ്മൾ സൗകര്യമൊരുക്കണം. അതൊരു വലിയ ആശ്വാസമായിരിക്കും അവർക്ക്. മൂന്നാമത്തെ കാര്യം, അസിസ്റ്റിംഗ് ഡെന്റിസ്റ്റ്. ഡോക്ടർമാരും പേഷ്യൻസും തമ്മിലുള്ളൊരു പാലമായിട്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. ശരിയായ രോഗിയെ ശരിയായ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൃത്യസമയത്ത് എത്തിക്കുക എന്നതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. ഇപ്പോൾ ചിലർക്ക് സംശയം വരാം, ഏത് ഡോക്ടർക്കാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതെന്ന്. ഉദാഹരണത്തിന്, എന്താണ് പീഡോഡോണ്ടിസ്റ്റ്? കുട്ടികളുടെ പല്ലിലെ പ്രശ്നങ്ങൾ നോക്കുന്ന ഡോക്ടറാണത്. അതുപോലെ പല്ലിന്റെ നിര തെറ്റിയതിന് കമ്പിയിടുക അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നത് ഓർത്തോഡോണ്ടിസ്റ്റാണ്. അപ്പോൾ ഒരു പേഷ്യന്റ് വിളിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ലളിതമായി ചോദിച്ചറിയാം. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആർക്കാണ് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതെന്ന്. ഇനി ഡോക്ടർമാരുമായി നമ്മൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുക? പേഷ്യന്റിന്റെ ഫയലുകൾ കൃത്യമായി ഡോക്ടർക്ക് നേരിട്ട് കൊടുക്കുക. പുറത്ത് എത്ര പേർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇടയ്ക്കിടെ ഡോക്ടറെ അറിയിക്കുക. അതുപോലെ ഡോക്ടർ പറയുന്ന ഫോളോ അപ്പ് കാര്യങ്ങൾ നിങ്ങളുടെ ലെഡ്ജറിൽ നോട്ട് ചെയ്യാൻ മറക്കരുത്. ലാബിലേക്ക് കൊടുത്ത വർക്കുകൾ റെഡിയായോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ജോലിക്കോ സ്കൂളിലോ പോകുന്നവർക്കായി രാവിലെ 9 മണിക്ക് മുൻപോ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷമോ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക. ഇത്തരം ചെറിയ വിട്ടുവീഴ്ചകൾ രോഗികൾക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും കേട്ടോ. നാലാമത്തെ ഭാഗം, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു പ്രൊസീജിയർ കഴിയുമ്പോൾ അവിടെ നമ്മുടെ ഡ്യൂട്ടി തീരുന്നില്ല. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ഗൈഡ് കൂടിയാണ് നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞു. അവർ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് രോഗി നിർബന്ധമായും എന്തൊക്കെ അറിഞ്ഞിരിക്കണം? നമ്മുടെ ചികിത്സ പൂർണ്ണമാകുന്നത് ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ്. ചികിത്സ കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. എക്സ്റേ എടുക്കുന്നതിന് മുൻപ് മെറ്റൽ സാധനങ്ങൾ മാറ്റണമെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ മുൻകൂട്ടി അറിയിക്കണം. അതുപോലെ എങ്ങനെ ബ്രഷ് ചെയ്യണം, മൗത്ത് വാഷ് ഉപയോഗിക്കണമോ തുടങ്ങിയ ഓറൽ ഹൈജീൻ കാര്യങ്ങളും വിശദീകരിക്കണം. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കണം, പെയിൻ കില്ലറുകൾ എപ്പോൾ കഴിക്കണമെന്നൊക്കെ ഡോക്ടറോട് ചോദിച്ച് അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് കുട്ടികളോടും പ്രായമായവരോടും സംസാരിക്കുമ്പോൾ അവർക്കെളുപ്പം മനസ്സിലാവുന്ന ഭാഷ തന്നെ ഉപയോഗിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി പേഷ്യന്റുമായുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് നോക്കാം. മറ്റു രോഗികളുടെ സമയവുമായി ക്ലാഷ് വരാത്ത രീതിയിൽ അവരുടെ കൺവീനിയൻസും കൂടി ചോദിച്ച് ഫോളോ അപ്പ് ബുക്ക് ചെയ്യുക. അടുത്ത പ്രൊസീജിയറിനെ തലേ ദിവസം തന്നെ ഒരു വാട്സപ്പ് റിമൈൻഡർ അയക്കാം. വൈകുന്നേരം ഒന്ന് വിളിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്യാം. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം വെറുതെ ഒന്ന് വിളിച്ച് അസുഖം ഭേദമായോ എന്ന് അന്വേഷിച്ച് നോക്കൂ. അതവർക്ക് വല്ലാത്തൊരു സന്തോഷം കൊടുക്കും. നമ്മൾ അവരെ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അഞ്ചാമതായി, ഫിനാൻഷ്യൽ ടാസ്കുകൾ. പേഷ്യന്റ് ക്ലിനിക്കിൽ നിന്നുള്ള വിസിറ്റ് പൂർത്തിയാക്കുന്ന സമയമാണിത്. ബില്ലിംഗ് പോലുള്ള കാര്യങ്ങളിൽ യാതൊരു ആശയക്കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. എല്ലാം വളരെ ക്ലിയർ ആയിരിക്കണം. അതായത് പ്രൊസീജിയറിന് മുമ്പ് തന്നെ ഏകദേശം എത്ര രൂപയാകും എന്ന് ഡോക്ടറോട് ചോദിച്ച് പേഷ്യന്റിനെ അറിയിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
ചികിത്സയ്ക്ക് ശേഷം ബിൽ പ്രിന്റ് ചെയ്ത് നൽകുകയും എവിടെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലെഡ്ജറിലും കൃത്യമായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ രോഗി പോയ ശേഷം അടുത്ത ആള് വരുന്നതിന് മുൻപ് ആ സ്ഥലം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ഹൗസ് കീപ്പിങ്ങിനെ കൊണ്ട് ഉറപ്പുവരുത്തണം. ഈ കാര്യങ്ങൾ സ്മൂത്തായി നടന്നാൽ വളരെ പോസിറ്റീവായൊരു അനുഭവത്തോടെയാവും അവർ ക്ലിനിക്കിൽ നിന്ന് മടങ്ങുക. 6ാമത്തെ സെക്ഷൻ ഇൻവെന്ററി ആൻഡ് റിപ്പോർട്ടിംഗ് അഥവാ ക്ലോസിംഗ് ദ ഡേ. വെൽ ഡൺ! നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി ഏകദേശം അവസാനിക്കാറായി. ഇനി ഈ അവസാനത്തെ ചെറിയൊരു ഭാഗം കൂടി നമുക്ക് നോക്കാം. ഈ അവസാനത്തെ ഡ്യൂട്ടി നമ്മൾ വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒന്നാണ്. ഇന്ന് എത്ര ഗ്ലൗസുകൾ ഉപയോഗിച്ചു, എത്ര സിറിഞ്ചുകൾ എടുത്തു, ഇംപ്രഷൻ എടുക്കാൻ എന്തൊക്കെ മെറ്റീരിയൽസ് തീർന്നു, അനസ്തെറ്റിക്സ് എത്ര ഉപയോഗിച്ചു എന്നൊക്കെ കൃത്യമായി ഒന്ന് ട്രാക്ക് ചെയ്യണം. ഇതെന്തിനാണെന്ന് അറിയാമോ? നാളത്തെ തിരക്കിനിടയിൽ നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും സാധനം ഇല്ലാതെ വരുന്നത് ഒഴിവാക്കാനാണ്. ഇനി മെഷീനുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ബയോമെഡിക്കൽ ടീമിനെ ഉടനടി അറിയിക്കുകയും വേണം. ഇനി ഈ സ്ലൈഡിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കൂ. എല്ലാ ദിവസവും ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അയക്കേണ്ട വാട്സാപ്പ് റിപ്പോർട്ടിന്റെ ഒരു ഫോർമാറ്റാണിത്. പുതിയതും ഫോളോ അപ്പും ഉൾപ്പെടെ ഇന്നത്തെ ആകെ കൺസൾട്ടേഷനുകൾ എത്രയുണ്ട്, അതുപോലെ ചെയ്ത പ്രൊസീജിയറുകൾ, നമ്മൾ കൈകാര്യം ചെയ്ത എമർജൻസി കേസുകൾ, പിന്നെ ഡയഗ്നോസ്റ്റിക്സിലേക്ക് റെഫർ ചെയ്തവ. ഇനി എന്തെങ്കിലും ഇഷ്യൂസോ കംപ്ലൈൻറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എണ്ണവും കൂടെ ആ കംപ്ലൈൻറ്റ് രജിസ്റ്ററിന്റെ ഒരു ഫോട്ടോയും ഉൾപ്പെടുത്തി ഈ ഫോർമാറ്റിൽ തന്നെ അഡ്മിൻ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവസാനമായി വളരെ പവർഫുള്ളായ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ ചികിത്സിക്കുന്നത് വ്യക്തികളെയല്ല, കുടുംബങ്ങളെയാണ്. മികച്ച ചികിത്സ ലഭിച്ച ഒരു രോഗി അവരുടെ കുടുംബത്തിലെ അടുത്തയാളെയും നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരും. നിങ്ങളൊരു പെർഫെക്റ്റ് ഡെന്റൽ കോർഡിനേറ്ററായി മാറുമ്പോൾ ഈ ക്ലിനിക്കിന്റെ ഭാവിയാണ് നിങ്ങൾ അവിടെ പടുത്തുയർത്തുന്നത്. നിങ്ങളുടെ ഈ സ്നേഹത്തോടെയുള്ള ഇടപെടലുകൾ നമ്മുടെ ക്ലിനിക്കിനെ എവിടെ കൊണ്ടെത്തിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ഈ ഗൈഡ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.